അണുമണിത്തൂക്കം, ഒരു ചെറിയ തരി ഖൽബിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പോകില്ല എന്ന് നുബുവത്തിൻ്റെ നാവുകൊണ്ട് സ്വർഗ്ഗോദ്ഘാടനം ചെയ്യേണ്ട ആളാ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വർഗ്ഗത്തിലേക്കില്ല എന്ന്. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ ഇഹിയയിൽ എത്രയാ കാര്യങ്ങൾ പറയണത്. അതിലൊന്ന്, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ മൂപ്പര് തെറ്റ് തിരുത്തൂല. ഞാനോ പറയാൻ സീനിയറായ ആൾ പറഞ്ഞാൽ സ്വീകരിക്കോട്ടോ, തങ്ങളോ ഉസ്താദൊക്കെ പറഞ്ഞാൽ ഒന്നിച്ചുള്ള സഹഭാരവാഹിയോ താഴെ സർക്കിളിലോ യൂണിറ്റിലുള്ള ആൾ പറയുമ്പോൾ മൂപ്പർക്ക് അല്ല മോനെ നീ ആരോ നമ്മൾ കുറേ കാലമായാലും സങ്കടം കണ്ടോ, അതാ ഒരു മട്ടം. അതൊരു പ്രശ്നമാണ് സംഭവം. ജൂനിയറായ ആൾ പറഞ്ഞ് തെറ്റാണെങ്കിൽ അത് തിരുത്തൂല മൂപ്പര്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ പറയും നിങ്ങൾ ഓതി ആയത്ത് തെറ്റാണെന്ന്, സ്വീകരിക്കല്ലേ വേണ്ടത്. ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ പറയേണ്ടത് രണ്ട് കാര്യം പറയണം. ഒന്ന് പറയേണ്ടത് അല്ലാഹ് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു, രണ്ടാമത്തത് ജസാക്കല്ലാഹു ഖൈറ, അങ്ങനെ ദ്വാരം കൊടുക്കുക വേണ്ടത്. അതല്ലേ വേണ്ടത്. തെറ്റ് തിരുത്താനുള്ള മനസ്സില്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നാണ് അർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ക്യാൻസർ മാറട്ടെ എന്നാൽ ഇവിടുന്ന് ദ്വാരത്തിനെങ്കിൽ നിങ്ങൾ ആമീൻ ഇതിനേക്കാൾ ഊക്കുണ്ടാവും. പക്ഷെ തമ്മിലുള്ള അന്തരം മനസ്സിലാവാത്തതുകൊണ്ട് അത്ര ഊർജ്ജം കിട്ടാത്തത്. അതാണ് കാഷ്ടത്തിലും മൂത്രത്തിലൊന്നും കിടന്ന് മരിക്കല്ലേ എന്നങ്ങനെ ഇവിടുന്ന് ദ്വാരത്തിനെങ്കിൽ ഭയങ്കര ആമീനായിരിക്കും. കിബർ മാറട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ ആമീൻ, നമുക്കതിൻ്റെ അന്തരം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒരെണ്ണമടി തൂക്കമുണ്ടെങ്കിൽ ചിലതൊക്കെ അള്ളാഹു കൺസേൺ ചെയ്യും. പക്ഷെ കിബർ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു നില കടുപ്പിക്കൂല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഭയങ്കര രോഗമാണത്. രണ്ടാമത്തെ ഒരു അലാമത്താണ് വീട്ടുജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടിയാണ്. വീട്ടുജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടി, ഒരു നാണക്കേട്, ഒരു ചമ്മൽ. അത് കിബറിൻ്റെ അലാമത്തായിട്ടാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത്. ഞാനാ ബാത്റൂം കഴുകാനാ, നീ എന്താടി പറയുന്നത്, എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ, അങ്ങനെ മൂപ്പർക്കൊരു തോന്നൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആടിനെ കറക്കും, അടുക്കള അടിച്ചു വരും, പാത്രം കഴുകും, ആയിഷ ബീവി കുടിച്ച പാല് ബാക്കി കുടിക്കും, ആയിഷ ബീവി കടിച്ച ബാക്കി മാംസം കടിച്ചു തിന്നും, എല്ലാം ചെയ്യും കേട്ടോ. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? 300 കിതാബ് ഈ ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയല്ലേ. അവരുടെ വൈഫ് അസുഖമായിട്ട് കിടത്തത്തിലായപ്പോൾ മൂത്രവും കാഷ്ടമൊക്കെ കിടത്തപ്പായി തന്നെ, അത്രയും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മഹദിക്ക്. അന്നേരം ഷഹറാനി ഇമാം ഈ 2 കൈ കൊണ്ട് മുഴുവൻ വൃത്തിയാക്കിയാണ്. എന്തിനധികം എന്നറിയോ? പാതിരാക്ക് കുട്ടി കരയുന്ന സമയത്ത് ഷഹറാനി ഇമാം ആ കുട്ടീൻ്റെ അടുത്ത് എല്ലാം അപ്പുറത്തേക്ക് പോകും, എന്നിട്ട് ഉറക്കാൻ ശ്രമിക്കും. എന്തിന്? എൻ്റെ ഭാര്യൻ്റെ ഉറക്കം വിഷമമുണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന്. കിബർ ഒരു ലവലേശമില്ലാത്ത സ്വാലിഹീങ്ങളുടെ ചരിത്രമാണിത്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തത് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് ഭയങ്കര നാണക്കേടും മടിയും. അത് കിബറിൻ്റെ അലാമത്താണ്. ഞാൻ ടൗണിൽ പോകാനാ, നീ എന്താ മോളെ പറയുന്നത്, ആകെ 3 ദിവസത്തെ ലീവിന് വന്നിട്ട് മത്തി വാങ്ങാൻ പോകാനോ എന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ അത് കിബറിൻ്റെ അടയാളമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്കയും അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസൊക്കെ എടുത്ത് നടക്കാറുണ്ടെന്ന് ആ കാലത്തെ ആൾക്കാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.